വെട്ടം കാനൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്, കന്നുകാലിക്കും കടിയേറ്റു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. പരിക്കേറ്റവരെ ഉടൻ തന്നെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെട്ടം കാനൂരിൽ ചൊവ്വാഴ്ച രാവിലെയാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ വൃദ്ധനും സ്ത്രീയും അടക്കം 2 പേർക്ക് പരിക്കേറ്റത്. രാവിലെ 6 മണിയോടെയായിരുന്നു പ്രദേശത്ത് ഭീതിയിലാക്കിയ സംഭവം നടന്നത്. കാനൂർ വെട്ടുംചേരി കുന്നത്ത് ഗോപാലൻ മദ്രസയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകുകയായിരുന്ന കാനൂർ കണിയാര ഹൗസിൽ ജംസീന എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. കുട്ടിനെ മദ്രസ കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. ഓണ വൈക്കാണ് വീട്ടിന്റെ അടുത്തുനിന്ന് തന്നെ നായി ഓടി വന്നിട്ട് ഇവിടെ നേരെ ചാടുക ചെയ്തത്. അങ്ങനെ കാലിന്റെ തൊടന്റെ ഭാഗം കടിച്ചിട്ട് നായി ഓടുകയാണ് ചെയ്തത്. ചെറിയൊരു കുട്ടിയും കയ്യിലുണ്ടായിരുന്നു. 2 വയസ്സുള്ള നമ്മളെ മോള് അവളെ കയ്യിലുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ കണ്ട് കഴിച്ചില്ലായി. പക്ഷെ ഇവളെ കടിച്ചുകൊണ്ട് നായി ഓടുകയും ചെയ്തു. നടന്നു പോകുകയായിരുന്ന ഗോപാലിനെ തെരുവുനായ പെട്ടെന്ന് ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോയിനെ പിടിക്കണ ഒച്ച കേട്ട് വീട്ടിൻ്റെ അടുത്ത് നിന്ന് തന്നെ മുറ്റത്ത് ആകെ ഒച്ചയോടെ പോയാൽ മുറ്റത്തേക്ക് ഇറങ്ങിയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് കോയിനെ കടിക്കണം. അപ്പോൾ ഞാൻ ചെന്നതിനോടിൻ്റെ മേത്തിങ് ഇടിച്ച് ആയിട്ട് തട്ടിനോട് കാലിന് പിടിച്ച് കടിച്ച് ഇതായി. പിന്നെ അവിടുന്ന് അപ്പോൾ ഞമ്മളൊരു ചെറിയൊരു നായക്കുട്ടി ഉണ്ട്, കറുത്ത ചെറിയ ആയിട്ടാണ്. അത് വീട്ടിലേക്ക് ഇറങ്ങി അതിനെയും കടിച്ച്. അപ്പോൾ കുട്ടി മക്കൾ കൂടി ഓടി വന്ന് പോത്തിന് നായ വേണ്ടി. അപ്പോൾ പിന്നെ ഒരു ഇങ്ങനെ ശ്രദ്ധിച്ചു ഇത് നോക്കി സോപ്പിട്ട് കഴുകി. തുടർന്ന് മദ്രസയ്ക്ക് സമീപം വെച്ചാണ് ജംസീനയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നായ വേണ്ടി അയൽവാസി ഒരു പോത്തിനെയും കടിച്ചു. പിന്നെ അതിന് ലേശം വടക്കുഭാഗത്തുള്ളൊരു വീട്ടുകാരെ അവിടെ ഉള്ളൊരു കാര്യത്തിനും കടിച്ചെടുക്കണം. അവർ ഇവിടെ തിരിച്ച് ആശുപത്രി തന്നെ ഉണ്ട്. മനുഷ്യർക്ക് പുറമെ പ്രദേശത്തെ ഒരു കന്നുകാലിയെയും തെരുവുനായകൾ കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.